ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 12 ശ്ലോകം 7. ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോ മാ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണ തൂർണപ്രതീർണ ജലദ പരിഘൂർണ ദക്ഷ്ണ സ്തോത്രൂന്മുനീൻ ശിശിരയന്നവതേരിതത്വം. അങ്ങ് മേൽപോട്ട് ഉയർന്നു നിൽക്കുന്നവയും ധൂമ്രവർണ്ണമുള്ളവയുമായ രോമങ്ങളെ ഇളക്കുന്നവനായും ഉയർത്തപ്പെട്ട വാലോടുകൂടിയവനായും കീഴ്പോട്ട് മുഖമായ ഭയങ്കരമായ നാസികയോട് കൂടിയവനായും വേഗത കൊണ്ട് മേഘങ്ങളെ കീറിമുറിക്കുന്നവനായും ചുഴറ്റുന്ന കണ്ണുകൾ കൊണ്ട് തന്നെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന മഹർഷിമാരെ കുളിർപ്പിക്കുന്നവനായും കീഴ്പോട്ട് ചാടി. ഭഗവാൻ അതിഭയങ്കര രൂപിയായിരുന്നുവെങ്കിലും തന്നെ സ്തുതിക്കുന്ന മഹർഷിമാരിൽ കരുണാകടാക്ഷം പൊഴിച്ച് അവരെ ഹർഷാകുലരാക്കി. ഭഗവാൻ എപ്പോഴും തൻ്റെ ഭക്തന്മാരോട് കരുണയുള്ളവനാണ്. ഭഗവാൻ ധർമ്മം സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ എപ്പോഴൊക്കെ അധർമ്മം വിളയാടുന്നുവോ അപ്പം ആ അധർമ്മത്തെ തോൽപ്പിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് ഭഗവാൻ ഏത് രൂപവും സ്വീകരിക്കും. പക്ഷെ ഏതു ഭീകര രൂപം സ്വീകരിച്ചാലും തൻ്റെ ഭക്തന്മാരോട് എപ്പോഴും കരുണയുള്ളവനായിരിക്കും. അത് വരാഹരൂപമാണെങ്കിലും നരസിംഹരൂപമാണെങ്കിലും പൊന്നു ഭഗവാന് നമ്മുടെ സ്നേഹമയി ആയിട്ടുള്ള ഭഗവാനാണ്. അപ്പൊ ആ പൊന്നു ഭഗവാനെ എല്ലാവരും നന്നായി സ്തുതിച്ച്, എല്ലാവരും നന്നായി ധ്യാനിച്ച് എൻ്റെ പൊന്നു ഭഗവാനെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.